ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരാഴ്ച മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോസാണ്. പിന്നെ എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിനേനും, പക്ഷേ അത് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ രണ്ടാമത് ഞാൻ എല്ലാം സെറ്റലാക്കി പിന്നെ അടുത്തെല്ലാം പൈതിട്ടെല്ലാം പിടിച്ചിട്ട് കിട്ടിയ വീഡിയോസാണ്. കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് പണികളും പിന്നെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ എടുത്തിട്ട് വന്നത്. ഈ കാണുന്ന വീഡിയോസ് വെച്ച് കഴിഞ്ഞാൽ പണി തുടങ്ങി രണ്ടാമത്തെ ദിവസം എടുത്ത വീഡിയോസാണ്. കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് മുറ്റത്ത് ഗടുങ്ങെട്ടാനുണ്ട്, അങ്ങനെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടായതിനും അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചാണ്. എന്നാ ഇടാന്ന് വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഈ വീഡിയോസ് എല്ലാം ഇടാമെന്ന് വിചാരിച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം. അങ്ങനത്തെ വീട്ടിലെ നാസ്ത പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ചോറും പിന്നെ കറി അതിനുള്ള കുറച്ച് തിരക്കിലാണ്. അങ്ങനെ കുറച്ച് വീഡിയോസ് മോനോട് പറഞ്ഞിട്ട് മോൻ എടുത്താന്ന് ഞാനിത്. അങ്ങനത്തെ വറവിനേക്ക് ഞാൻ തേങ്ങ ഇടുന്നുണ്ട്. വറവ് വെച്ചാൽ കാബേജ് വറവാണ് ആക്കേണ്ടത്. പണിക്കാറുണ്ടല്ലോ, പണിക്കാർക്ക് അങ്ങനെ ഫുഡ് കൊടുക്കേണ്ട കുറച്ച് വീഡിയോസായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ അതിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ വറവിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല. വെച്ചാൽ വറവ് ആക്കാൻ അറിയാത്ത ആളും ലോകത്താരുമില്ല. അങ്ങനെ ഞാൻ ആക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഞാൻ വെമ്പൻ തന്നെയാണ് വറവും ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പണിയെല്ലാം ഒരുക്കിയിട്ട് നമുക്ക് ഒരുക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. എല്ലാം ആക്കിയിട്ട് വെക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഇടാത്തത്, അതുകൊണ്ട് ചെറിയൊരു വീഡിയോയും കൂടി ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വറവ് ഞാൻ അതിൻ്റെ അടുത്ത് കടുവും പച്ചമുളകെല്ലാം പൊട്ടിച്ചിട്ട് അതിലേക്ക് ഞാൻ കാബേജ് വറവിൽ ക്യാരറ്റും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ആക്കുന്നത്. പിന്നെ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സാമ്പാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവില്ല, സായാവും. വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഹിന്ദുക്കളാക്കുമ്പോൾ നമുക്ക് എന്തായാലും സാമ്പാർ അതേപോലെ ആവില്ല. അതുകൊണ്ട് അങ്ങനെ തട്ടിക്കുട്ടി സാമ്പാറാണ്. അങ്ങനെ സാമ്പാർ ഉപ്പുണ്ടോയെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പുണ്ടോ നോക്കി ലാസ്റ്റ് സാമ്പാർ തീരാനുള്ള അവസ്ഥയും. പിന്നെ നമുക്കെന്തോ ഒരു ടേസ്റ്റ് പോരാത്ത പോലെ ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇടത്തിൽ തേങ്ങ ചേർത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ടേനും ഒരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചത്. ചില ആൾ സാമ്പാർ ആക്കുമ്പോൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കലില്ല എന്ന് തോന്നുന്നതിന്. പിന്നെ നമുക്കൊന്നും ഒരു പിടിക്കാത്ത പോലെ ആയതുകൊണ്ട് നമ്മളെന്ത് ചെയ്ത് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിന്. അങ്ങനത്തെ വറവും കറിയെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ മീൻ പൊരിക്കലും പപ്പടത്തിൻ്റെ എല്ലാം പരിപാടിയാണ്. പിന്നെ ഉമ്മ പണിക്കാരെല്ലാം കഴിഞ്ഞാൽ അടുക്കള ഭാഗത്തേക്ക് വരെ ചെയ്യില്ല. വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടെ തന്നെ നിന്നിട്ട് ഉമ്മയാണ് അവരങ്ങോട്ട് ജോലി ചെയ്യുക ഉമ്മയാണ്. അങ്ങനെ നമ്മൾ മത്തി പൊരിച്ചതും പിന്നെ മത്തിയും പിന്നെ അയിലയും കൂടിയിട്ടാണ് പൊരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം ഉപ്പും മുളകെല്ലാം പെരക്കി പിടിച്ചിട്ട് അവിടെ വെച്ചതിന് ശേഷം ഉമ്മ കുറേ സമയം മുറ്റത്തൊറ്റ നിൽക്കുന്നത്. അങ്ങനെ ഉമ്മാക്ക് ഞാനൊരു ജോലി എടുത്ത് പുറത്ത് പോയിട്ട് മുറ്റത്തുനിന്ന് കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മടിച്ചിക്കൊണ്ട മടിയാണ്. പഠിക്കാറെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കയറിയില്ല, ഞാൻ നോക്കട്ട് അങ്ങനെല്ലാം പറയും. പിന്നെ കുറേ പാത്രങ്ങൾ എൻ്റെ ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട്. പിന്നെ നമുക്ക് മറ്റുള്ള ആൾ ചെയ്യും പോലെ ഒന്നും നമുക്ക് എന്തായാലും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ പൊതുവേ അതേപോലെ തന്നെയാണ് നമ്മളുള്ളത്. അല്ലാണ്ട് ഒരു പാത്രം ആദ്യം തുടച്ച് എന്നിട്ട് വീഡിയോസ് അങ്ങനെ എന്തായാലും നമുക്ക് എടുക്കാൻ കഴിയില്ല. അതിനെല്ലാം കുറേ മെനക്കേടുണ്ടാവും. നമ്മൾ പൊതുവേ വീട്ടിൽ എങ്ങനെയാണോ അതേപോലെയാണ് ഞാൻ എടുത്തിട്ട്. പിന്നെ നിങ്ങൾ പാത്രം കണ്ടിട്ട് ചോദിക്കുക തന്ന പിത്രപ്പാട് പാത്രം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എന്തായാലും അധികം ആളെ വീട്ടിൽ പണിക്കാറും ആൾക്കാരെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ പണിയും ഒരുങ്ങിയിട്ടാണ് നമ്മളെല്ലാം പാത്രം കഴുകൽ. അങ്ങനെ മീനി ഞാൻ പൊരിക്കാൻ വേണ്ടി അടിയിൽ കരിയേമ്പിലിട്ടിട്ടുണ്ട്. കരിയേമ്പിലിടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മത്തി വേഗം മറിച്ചിടാൻ വേണ്ടി കിട്ടും, അടിക്ക് പിടിക്കൂല. അങ്ങനെ മീൻ പൊരിക്കുമ്പോൾ ഞാനിട്ടിന്. പിന്നെ തല ഇട്ടതെന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ച് പൂച്ചയുണ്ട്, പൂച്ചക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് തല പൊരിച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇട്ടിന്. പിന്നെ അനക്കും ഉമ്മാക്കൾ ഇഷ്ടമാണ് മത്തി കറിക്കത്തുള്ളതിനാകാട്ടി കൂടുതൽ ഇഷ്ടം പൊരിച്ചതാണ് ഇഷ്ടം. അങ്ങനെ ഇത് മറിച്ചിട്ടും തിരിച്ചിട്ടെല്ലാം ഇടുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാർക്ക് ഫുഡ് കൊടുക്കലാണ്. പിന്നെ നമ്മൾ കെട്ടാൻ കീന സമയത്ത് നല്ല കാറ്റും മഴയാണ്, അടിപൊളി കാറ്റും മഴയുള്ള ദിവസമാണ്. പിന്നെ കെട്ടാൻ കീനോണ്ട് എന്താ പറയുക കുയ്യാട്ടെല്ലാം കീറി കഴിഞ്ഞുകൊണ്ട് പിന്നെ പണിക്കാരോട് പണിയെടുക്കാൻ വേണ്ടി പറ്റാൻ, അല്ലെങ്കിൽ ഒട്ടും നമ്മൾ കീയൊന്നും ചെയ്യില്ല. അങ്ങനെ പണിക്കാർക്ക് ചോറും പിന്നെ ഭക്ഷണമെല്ലാം കൊടുത്ത് കുറച്ച് സമയം റെസ്റ്റെല്ലാം എടുത്ത് അവർ രണ്ടാമത് കെട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് മഴൻ്റെ ഒരു ആർച്ചെല്ലാം കാണുന്നുണ്ടായിരുന്നു. നമുക്കൊരു പേടിയായി പോയിനേനും. എന്താ പറയുക മഴൻ്റെ സമയത്ത് കീറാൻ വേണ്ടി വന്നിട്ട്, അല്ലെങ്കിൽ കിണറിൻ്റെ പള്ളക്കാണ്, കിണറൊട്ടാകെ ഫുള്ള് ഇടിയോന്നല്ല വെച്ചിട്ട് വല്ലാണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പഠിച്ചവരുടെ ഭാഗ്യം കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ആ കെട്ടിക്കഴിഞ്ഞതിന് പിറ്റേന്ന് തുടങ്ങിയ മഴയാണ് ഇന്ന് വരെ. നമ്മൾ കെട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇന്നും മഴ നിന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഈ വീഡിയോസ് എല്ലാം മോനെടുത്താന്ന് ഞാൻ പിന്നെ ഉള്ളിൽ നിന്ന് ചായൻ്റെ പരിപാടിയൊക്കെ ആക്കുന്നതുകൊണ്ട് മോനോട് പറഞ്ഞ കുറച്ച് വീഡിയോസ് എടുത്താന്ന്. ഇത് ഫസ്റ്റത്തെ ദിവസമാണ് വീഡിയോസ്. ഫസ്റ്റ് കുയ്യാട്ട കയറി പിന്നെ കെട്ടുന്നുണ്ട്. ആ മതില്ല കിണറിൻ്റെ പള്ളക്കാരോട് നമുക്ക് വല്ലാണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇടിയോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല.
അങ്ങനെ വൈകുന്നേരം ഇനി ചായൻ്റെ പരിപാടിയാണ്. ചായക്കുള്ള മൈദപ്പൊടി ഇതെല്ലാം നേരത്തെ കലക്കിയിട്ട് ഞാൻ വെച്ചിരുന്നു. പിന്നെ പഴംപൊരി ആക്കാമെന്ന് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്ന പണിയാണ് പഴംപൊരി ഉള്ളിവട. അതുകൊണ്ട് ഞാൻ പഴംപൊരി ആക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇതാ പഴംപൊരിക്കുള്ള നൈസായിട്ട് കട്ട് ചെയ്യலாம். പിന്നെ ഈ പഴത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് റോബസ്റ്റ് പോലത്തെ നേന്ത്രപ്പഴമാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴംപൊരി ആക്കിയാൽ അങ്ങനെ ടേസ്റ്റ് ഇത് വെറുതെ തിന്നാനാണ്. പഴംപൊരി ആക്കാനേ തോന്നുന്നില്ല, പക്ഷേ പഴംപൊരി ആക്കിയിട്ടേ പറ്റൂ. അങ്ങനെ പഴംപൊരി ചായയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ചായൻ്റെ കടി. പിന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് കുറേ ആൾ കാണാണ്ടെല്ലാം പോകുന്നുണ്ട്, അല്ല ലൈക്ക് ചെയ്യാണ്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇങ്ങനെ മുമ്പോട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ പഴംപൊരി ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പഴംപൊരി അങ്ങനെ ലെവലായിട്ട് ആയിട്ടൊന്നുമില്ല. വെച്ച് കഴിഞ്ഞാൽ പഴംപൊരി അടിപൊളിയായിട്ട് നമ്മൾ ആക്കലുണ്ട്. പക്ഷെ അന്നത്തെ എന്നാണെന്നറിയില്ല, ഒരു കൂട്ടിയിട്ട് എന്തോ ഒരു കുഴപ്പം പറ്റിപ്പോയിനി. അതുകൊണ്ട് അത്ര വലിയ ലെവലായിട്ട് പൊന്തിയിട്ടൊന്നുമില്ല, ചെറുങ്ങനെ വാടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഉമ്മാക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഉമ്മ നല്ലോണം തിന്നതിനും ഉമ്മാക്ക് ഇങ്ങനെ എന്താ പറയണ്ട പഴംപൊരി അധികം പൊന്തിയത് ഇഷ്ടമല്ല, കറുമുറുള്ള ടേസ്റ്റാണ് ഉമ്മാക്ക് പറ്റും. അങ്ങനെ ഉമ്മാക്ക് അന്നത്തെ ദിവസം നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് തീരെ പിടിച്ചിട്ടില്ല ഇനി അന്നത്തെ ദിവസം. പിന്നെ ഇതാ പഴംപൊരിയിലാക്കിയതിന് ശേഷം പിന്നെ പണിക്കാർക്ക് വല്ലാണ്ട് കൊതുക് അടിക്കുന്നുണ്ടേനും. പിന്നെ വെച്ചാൽ തീരെ പണിയെടുക്കാനില്ല, വല്ലാണ്ട് നല്ല മഴ പെയ്തുകൊണ്ടൊന്ന് കൊതുകിൻ്റെ ശല്യം കൊണ്ട് വല്ലാണ്ട് ഇടങ്ങാറായിരുന്നു. അങ്ങനെ ഉമ്മ എന്ത് ചെയ്ത് ചട്ടിയിൽ തീയലിട്ട് കൊടുത്തിട്ടാണ് പണിക്കാർ പണിയെടുപ്പിക്കുന്നത്. അങ്ങനെ ഇതാ പണിക്കാർ ചായയെല്ലാം കുടിച്ച് നമ്മളും ചായയെല്ലാം കുടിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞില്ല. പഴംപൊരി ഒരു ലെവൽ കിട്ടിയിട്ടാണ് അങ്ങനെ പണിക്കാരെല്ലാം പോയതിന് ശേഷം അടുത്ത വെച്ച് നമ്മൾ രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ വരാണ്. അന്ന് രാത്രിത്തെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുബൂസും ചില്ലിയും കൂടിയാണ് ആക്കുന്നത്. പെട്ടെന്ന് ആക്കാൻ വേണ്ടി തീരുമാനിച്ചാണ്. പിന്നെ പെട്ടെന്ന് വേഗം തന്നെ ആ കുബൂസിൻ്റെ അവിടെ കുഴച്ച് വെച്ച് 2 മണിക്കൂർ വേണ്ടോ ആകാം. അങ്ങനെ കുബൂസിൻ്റെ അവിടെ കുഴച്ച് വെച്ച് പിന്നെ ചില്ലി ആക്കാമെന്ന് വെച്ച് അങ്ങനെ അതിന് ചിക്കൻ വേണ്ടി പൊരിക്കലാണ്. പിന്നെ നമ്മളെ വീട്ടിൽ 2 ഗസ്റ്റാണത്. ചിക്കൻ പൊരിക്കുന്ന മീൻ പൊരിക്കുന്ന സ്മെല്ല് കിട്ടിയാൽ അവർ ഓടിയെത്തും. അങ്ങനെ അനിയത്തിൻ്റെ മോനിക്ക് പൂച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് അങ്ങനെ സൗണ്ട് വെക്കുമ്പോൾ ഓടി വരുന്നതാണ്. ഓടി വരുമ്പോൾ ആ പൂച്ച തിരിച്ച് എന്താ പറയുക ഓടിപ്പോവും. അങ്ങനെ ഇതാ ചിക്കൻ പൊരിക്കലാണ്. പിന്നെ ചില്ലിന് അങ്ങനെ റെസിപ്പിയൊന്നും ഞാൻ കൂടുതലായിട്ട് ഇട്ടിട്ടൊന്നുമില്ല. വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഇടാൻ വേണ്ടി ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ വീഡിയോസ് ഇന്നും കൂടി ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളാവും. അതുകൊണ്ടാണ് ഇന്ന് എങ്ങനെയെങ്കിലും റെക്കോർഡാക്കിയിട്ട് ഈ വീഡിയോസ് ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ടത്. അങ്ങനെ ഇതാ ചിക്കനെല്ലാം പൊരിച്ചതിന് ശേഷം ചിക്കൻ പൊരിച്ച നെയ്ക്കത്താന്നാണ് ഞാൻ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ചില്ലിക്ക് വേണ്ടുന്ന സാധനങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് ക്യാപ്സിക്കോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഉള്ളിനെ കൊണ്ട് തട്ടിക്കുട്ടി ചില്ലി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചില്ലി ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ച് നെയ്യ് കൂടുതലായിപ്പോൾ ഇനി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊരിച്ചതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കോരാൻ വേണ്ടി മറന്നുപോയി. നോക്കുമ്പോൾ വല്ലാണ്ട് നെയ്യ് കൂടുതൽ തന്നെയാണ്. എന്നുകൊണ്ട് എന്താ പറയണ്ട മസാല ഉള്ളിയെല്ലാം വേഗം അങ്ങ് അമ്മിഞ്ഞു പോയിനേനും. പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ മസാലപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി അതെല്ലാം ഇട്ടിനേനും ചില്ലീൻ്റെ ഇതല്ലേ. അതുകൊണ്ട് അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ചിക്കൻ പൊരിച്ചിട്ട് അതിലേക്ക് ഞാൻ ചേർത്തിനേനും. ചിക്കൻ പൊരിച്ചതെന്ന് വെച്ചാൽ ഞാൻ സാധാ ചിക്കൻ പൊരിക്കുമ്പോഴാണ് പൊരിച്ചത്. കോൺഫ്ലവർ മുട്ടൊന്നും ഞാൻ കൂട്ടിയിട്ടൊന്നുമില്ല. അതിനുശേഷം ഞാൻ തക്കാളി സോസ് ഒഴിച്ചിന്. സോയാ സോസൊന്നും ഒഴിക്കാൻ വേണ്ടി സോയാ സോസൊന്നും ഉണ്ടായിട്ടില്ല. വേഗം തന്നെ തട്ടിക്കൂട്ടി ചില്ലിയാണ് ആക്കുന്നത്. എന്നാൽ രാവിലെ മുതലേ വല്ലാണ്ട് പണിക്കാറും ഇതെല്ലാം ഉണ്ടായിട്ട് വല്ലാണ്ട് ക്ഷീണമൊക്കെയാണ്. ഫുഡ് എങ്ങനെയെങ്കിലും പോയി ആക്കിയിട്ട് കിടക്കാമെന്നാണ് വിചാരിച്ചിന്. അങ്ങനെ ഫുഡ് ആക്കാൻ വേണ്ടി നടക്കാൻ ഇടയ്ക്ക് കരണ്ടെല്ലാം പോയിട്ട് പിന്നെ 8ൻ്റെ പണി കിട്ടി. രാത്രി നോക്കുമ്പോൾ നല്ല കാറ്റും മഴയാന്ന്. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത കാറ്റും മഴയാണ്.
അന്ന് തുടങ്ങിയ മഴയാണ് ആ മഴ ഇന്ന് വരെ ഉണ്ടായിന്. ഇന്നും പിന്നെ ഇടയ്ക്ക് ചില സമയത്ത് ചോര് എന്താണ്ട് ചോറിനതിന് ഇണക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് കാറ്റും മഴ ഉണ്ടാവും. പിന്നെ അങ്ങനെ എന്ത് ചെയ്ത് അതിന് ശേഷം എല്ലാം ചില്ലിയിലാക്കിയതിന് ശേഷം നമ്മൾ കുബൂസിൻ്റെ പരിപാടിക്ക് കിടന്ന് കുബൂസ് നമ്മൾ സ്പീഡിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കറണ്ട് വെത്തും പോക്കാണ്. അതുകൊണ്ട് കുബൂസ് ഇടുന്നിടക്ക് കറണ്ട് പോയി അതിൻ്റെ അടുത്ത് ടോർച്ചും എമർജൻസി എല്ലാം കത്തിച്ചിട്ടാണ് നമ്മൾ കുബൂസെല്ലാം ചുട്ടിട്ടുള്ളത്. പിന്നെ ഫുഡ് ആയതോടെ തന്നെ നേരെ മക്കൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുത്തിനു. അങ്ങനെ അടിപൊളി ചില്ലി ചിക്കനും കുബൂസാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇന്നത്തെ വീഡിയോ ഒന്ന് എൻ്റെ വീട്ടിൽ ചെറിയൊരു രണ്ട് വീട്ടിൽ പണിക്കാറും കാര്യങ്ങളും വിശേഷങ്ങളുള്ള ചെറിയൊരു വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.